മലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ ഔഫൽ പിൻപവർ. ഇന്ന് നമ്മളില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഈ ലാർക്കിൻ്റെ ഗോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളി ഒരു ഫ്രോഗ്, അതേപോലത്തെ ഒരു ലാർക്കിൻ്റെ ഒരു ഫ്രോഗ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കടയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലേക്ക് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അതിലും ഇച്ചിരി കൂടി വലിപ്പം തോന്നുന്നുണ്ട്. ഇത് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഗ്രാമാണ് വെയിറ്റ്, 4.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. നല്ല അടിപൊളി ഫ്രോഗാണ്, കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ല. എല്ലാ ഈ മറ്റേ ഗോസ്റ്റിൻ്റെ ഏകദേശം പ്രകൃതം എന്നാൽ അതിലും ബെറ്ററായിട്ടാണ് തോന്നണം എനിക്ക്. ചൂട് ഷേപ്പിൽ നോക്കി പൊളി സാധനം കേട്ടോ. അതും സ്പിന്നറിൽ മറ്റേ അമേരിക്കയുടെ മറ്റേ പൈസയുടെ ചിഹ്നം കാണിച്ചു. എന്താണ്ട് ഇതൊരു ചിഹ്നം എന്താണ് ചിഹ്നം ഡിസൈനൊക്കെ ചെയ്തത് എന്താണെന്ന് അറിയാൻ പാടില്ല. കടൽ കുതിരയുടെ ഒരു ചിഹ്നം പോലെ കാണുന്നുണ്ട്. കടൽ കുതിരയാണ് വഴുതനാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. മീനടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കടൽ കുതിര ഇരിക്കണേ ഒരു ചെറിയ ബെൻഡും കിട്ടുക. നല്ല രസമുള്ള ഇതാണ്. സൗണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ പാക്കറ്റ് വാങ്ങിച്ച് പൊട്ടിച്ചെങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് എന്തായാലും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ സാധനത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ക്ഷമിക്കണം, പാക്രോ. എന്ത് പേരാണ് ലാർക്കിൻ്റെ പാക്രോ V3 എന്ന് പറഞ്ഞ ഫ്രോഗാണ്ട. പാക്രോ എന്നാ ഫ്രോഗാന്ന് നോക്കി. നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റിയിൽ വന്നേക്കണ ഫ്രോഗാണ്ട. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ഡബിൾ സ്പിന്നറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത്രയും വലിയ ഫ്രോഗ് ആയതുകൊണ്ട് 9 ഗ്രാമിൽ ഇത്രയും വലിയ ഫ്രോഗ് ആയതുകൊണ്ട് വെയിറ്റ്ലെസ് ആയിട്ടാണ് എഴുതണത്. ഈ സാധനം ടോപ്പ് വാട്ടർ പൊങ്ങിക്കിടക്കാണ്. ഡീപ്പിലേക്ക് പോകാതെ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇട്ട് നമ്മൾ റിട്രീവ് ചെയ്യാതെ വെച്ചാൽ പോലും ഈ സാധനം ടോപ്പ് വാട്ടറിൽ ഇങ്ങനെ കിടക്കാണ്. ടോപ്പ് വാട്ടറാണ്, ഇതിങ്ങനെ കിടക്കാണ് താഴെയുള്ള. അതിൻ്റെ വലിച്ച് എന്ത് രീതിയിൽ വലിച്ചാലും ഈ സാധനം പൊങ്ങി തന്നെ വരുള്ളൂ. ചെറുതായിട്ട് ബോഡി ടച്ച് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അവിടെ ചെറിയ കുഴിയുണ്ട്. എന്തായാലും ഇട്ടാളിയാ അവിടെ നിന്ന് പറഞ്ഞാൽ പോയി. ഷെയറല്ല, ബ്രാലിനെയാ. അവന്മാര് ഈ പുല്ലിലേക്കുള്ളൊരു കളിയുണ്ട്. ആ കളിയിലാണ് അവന്മാർ രക്ഷപ്പെടാറ്. അപ്പോൾ നമ്മുടെ ഏതാടാ ഫ്രോഗ്? പാക്രോ. എൻ്റെ പൊന്നു, പാക്രോല് പൊളപ്പൻ ബ്രാലിനെ കിട്ടിയാ. എൻ്റെ പൊന്നു, അതിൻ്റെ തടവിക്കോ. ഇത് അതിൻ്റെ ചുണ്ട് മാറിപ്പോണ്. ഇച്ചിരി വലിപ്പമുള്ള പോലെ ഉണ്ടോ പാക്രോ. എന്താണെന്ന് പറയട്ടെ, ഈ 9 ഗ്രാമാണെങ്കിലും വെയിറ്റ്ലെസ് ആക്കിയിട്ട് വലിപ്പമുള്ളൂ. എന്നാൽ ഭയങ്കര ടോപ്പ് വാട്ടറിൽ എന്ത് രീതിയിൽ വലിച്ചാലും പൊങ്ങി തന്നെ എടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്പീഡ് കുറച്ചോ കൂട്ടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പയ്യ അനക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതേപോലത്തെ ഒരു ഫ്രോഗ് ഉണ്ടോ പാക്രോ.